ഹലോ നമസ്കാരമുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം. ഇപ്പോൾ ഞാൻ ലൈവിൽ വന്നിട്ട് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ഏറ്റവും ഭീകരനായ കൊടും കുറ്റവാളി ജയിലിൽ ചാടി എന്നൊക്കെ പറഞ്ഞ് ഒരു ജോക്ക് കേട്ടായിരുന്നു. എനിക്ക് ജോക്കായിട്ടാണ് തോന്നിയത്. സമൂഹത്തിന് അത് വലിയ ഇതായിട്ട് തോന്നി, പക്ഷേ എനിക്ക് ജോക്കായിട്ട് തോന്നി. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം എന്താന്ന് ജോക്കായിട്ട് തോന്നാനുള്ള ഒരു കാരണം. കണ്ണൂർ ജയിലിലെ ഏറ്റവും വലിയ ഉയരമുള്ള മതിലാണ് എന്ന് പറയുന്നു. ഒരുപാട് പോലീസുകാർ കാവലുണ്ട് എന്ന് പറയുന്നു. അവിടുത്തെ ഇരുമ്പഴികളൊക്കെ വലിയ വലിയ ഇരുമ്പഴികളാണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഒരു കൈയുള്ള ഒരുത്തൻ ചാടി പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോലീസുമാരൊക്കെ എന്തേ പോയിട്ടുണ്ടായിരുന്നോ? എൻ്റെ ചോദ്യം അതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് ഈ ലൈവിൽ ആൾക്കാർ തരേണ്ടത്. പോലീസുകാർ എവിടെ പോയി? ഈ ആഭ്യന്തരം എന്ന് പറയുന്ന വകുപ്പ് ഭരിക്കുന്ന ഈ മന്ത്രിയും ഇവരൊക്കെ ഉറങ്ങുകയായിരുന്നോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണമെങ്കിൽ ജയിലിൽ ഭക്ഷണം പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കട്ടൻ ചായയും ഗോതമ്പുണ്ടയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്. ഭക്ഷണമില്ലാതെ, ഇരിക്കാൻ വീടില്ലാതെ, ഇടാൻ വസ്ത്രമില്ലാതെ. ഞാൻ ഒരുപാട് വീഡിയോ ഇതൊക്കെ ഇട്ടതാണ്. ഞാൻ പുറത്ത് ഭക്ഷണമില്ലാതെ ജനങ്ങൾ കിടക്കുമ്പോൾ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അതിനെ പുരോഗമനം വരുത്തിയിട്ട് ജയിലുകളിൽ മട്ടൻ, ചിക്കൻ, ബീഫ്, മുട്ട, പാല്, ഇറച്ചി, ബിരിയാണി, നെയ്ച്ചോറ് ഇതെല്ലാം കൊടുത്തിട്ട് ഈ അക്രമങ്ങൾ ചെയ്തിട്ട് വരുന്ന ജയിൽ പുള്ളികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് അവരിനെ കൊഴുപ്പ് കയറ്റി വീണ്ടും അവർക്ക് ഈ വക ഒരു പ്രചോദനം വരാൻ വേണ്ടി അവർക്ക് ഈ വക ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. വെളിയിലുള്ളവർ പാതയോരത്ത് കിടക്കുക, വീടില്ലാണ്ട് ടാർപ്പായി മറിച്ചിട്ട് കിടക്കുക. അവർക്ക് നേരമാണ് ഭക്ഷണമില്ലാതെ ഏതോ നാട്ടിൽ നിന്ന് വരുന്ന ഒരു നാറ്റ അരിയും തിന്നിട്ട് കഞ്ഞിയും വെള്ളവും ഇല്ലാണ്ട് നാട്ടിലുള്ളവരിയ്ക്കുക. ജയിലിൽ ഇഷ്ടംപോലെ ഫുഡുകൾ, പൈസയും സ്വാധീനവും ഉള്ളവന് നല്ല റൂമുകൾ, ഫോൺ വിളിക്കാൻ ഫോണ്, കിടക്കാൻ AC റൂം. ഇനി എന്താ ജയിലിൽ സുഖങ്ങൾ വേണ്ടത്? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ഈ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത വ്യക്തികളിനെ മുഴുവൻ തൂക്കി കൊല്ലാൻ കോടതി വിധിച്ചിട്ട് ഇന്ന് ജനങ്ങളിൻ്റെ നികുതി പണം കൊണ്ട് അവരിനെ ജയിലിലിട്ടിട്ട് തിന്നാൻ കൊടുത്ത് ഇതുപോലെ ഗോവിന്ദചാമിയെ പോലെ തന്നെ വർഷങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം, കരണ്ടിന്, വെള്ളത്തിന് എന്തിനാണ് നികുതി ഗവൺമെൻറ് മേടിക്കാത്തത്? ഏതെങ്കിലും ഒരു സാധനത്തിന് നികുതി പണം മേടിക്കാതെ എന്തെങ്കിലും ഒന്ന് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ ജനങ്ങൾക്ക്? എന്തുമാത്രം ജനങ്ങളാണ് ഈ നാട്ടിൽ കഷ്ടപ്പെടുന്നത്? ഈ ഭരണാധികാരികൾ അതൊന്നും കാണുന്നില്ലേ? ഈ ജയിൽ പുള്ളികൾക്ക് മുഴുവനും തിന്നാൻ കൊടുക്കുന്ന ചിക്കനും മട്ടനും ബീഫും മുട്ടയും ബിരിയാണിയും കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ടവർക്ക് ഇരിക്കാൻ വീട് കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് നല്ല അരി കൊടുക്കാം, നല്ല മരുന്നുകൾ കൊടുക്കാം. അപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാർ എന്താ ഉറങ്ങുകയാണെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു പാർട്ടിനെയും പറയുന്നില്ല, ഞാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ജനങ്ങളെന്താ ഉറങ്ങുകയാണെന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും വലിയ ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു കൈയുള്ള ഒരുത്തൻ കയറ് കെട്ടി, ഇല്ലെങ്കിൽ വടം കെട്ടി, എന്ത് കെട്ടിക്കോ ആയിക്കോട്ടെ, അത് കെട്ടിയിട്ടായ അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരണമെങ്കിൽ ഒരിതും ഇല്ലാതെ അവൻ അങ്ങനെ വരുമോ? ഒന്ന് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ ജനങ്ങളെ നിങ്ങൾക്ക്? എന്നിട്ട് പോലീസുകാരൻ്റെ ഒരു അഭിനയം, അവനെ കിണറ്റിൽ നിന്ന് കയറ്റിയപ്പോൾ തല്ലണ്ടെന്ന്. എന്നാൽ ഈ പോലീസുകാർ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കായിരുന്നില്ലേ, ചാടിയത് നന്നായി എന്നും പറഞ്ഞിട്ട്.
എന്തിനെങ്ങനെ നാണവും മാനവും ഇല്ലാത്ത കുറേ പോലീസുകാർ ഉദ്യോഗത്തിലിരിക്കുന്നത്? അവൻ ചാടുന്ന സമയത്ത് പിന്നെ ജോലിയിലിരിക്കുന്ന പോലീസുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ ഒരു കണ്ണൂർ ജയിലിൻ്റെ ഇത്രയും വലിയ മതിലിന്ന്, അതും കരണ്ടിൻ്റെ ഇത് ഉള്ള ഒരു മതിൽ, ആ നേരം കരണ്ട് ഇല്ല, അത്രയും വലിയൊരു മതിലിന്ന് ഒരു കൈയുള്ള ഒരുത്തൻ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ചോറ് തിന്നുന്നവന് മനസ്സിലാവും അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ആ ജയിലിൽ ചാടിയ പുള്ളിനെ പിടിച്ചിട്ട് തല്ലാൻ പോയപ്പോൾ തല്ലണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ജനങ്ങളിനെ പോയിട്ട് ഉന്തിയും തള്ളിയും പിടിച്ചിട്ട് നിൽക്കണു. അപ്പോൾ ആരിനെയാണെന്നറിയാം ആദ്യം തല്ലേണ്ടത്? പോലീസുകാരനെയാണ് തല്ലേണ്ടത്. എല്ലാ പോലീസുകാരനെയും അല്ല കേട്ടോ. ഇതുപോലെ ഈ ജയിൽ പുള്ളികൾക്കും ഈ കൊലപാതകികൾക്കൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന പോലീസുകാരില്ലേ, അവരിനെയാണ് ആദ്യം ജനങ്ങൾ അടിക്കേണ്ടത്. അല്ലാണ്ട് അടിക്കേണ്ടത് കുറ്റവാളികൾക്കല്ല. എത്ര വർഷമായി ഗോവിന്ദച്ചാമിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് അതെന്നിട്ട് പിൻവലിച്ചിട്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകാർ ഈ വക ആൾക്കാർക്കാണ് സപ്പോർട്ട് നിൽക്കുന്നത്. ആണോ അല്ലയോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയയിൽ വല്ലവർക്കും ഇത്തിരി ഒന്ന് ഇതുപോലെ ബുദ്ധിയും വന്ന് വല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൻ്റെ മക്കിട്ടായി പിന്നെ അടുത്ത ആൾക്കാർ. ഇതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരുത്തനെ എഴുതിയിരിക്കണം, നിൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടാകും, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ സംസാരിക്കണമെന്ന്. അല്ല, ചോറ് തിന്നണവന് മനസ്സിലാകും ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിന് പാർട്ടിയൊന്നും നോക്കണ്ട. കോൺഗ്രസ്സാണ്, BJP ആണ്, മാർക്സിസ്റ്റാണെന്നൊന്നും നോക്കണ്ട. തീട്ടം തിന്നണവർക്ക് മനസ്സിലാകും. അത് മട്ടേരിൻ്റെ ചോറ് തിന്നണില്ലേ, അവർക്ക് മനസ്സിലാകും എന്താ ഈ ലോകത്തിൽ നടക്കണത് എന്നുള്ളത്. എനിക്ക് ചിരിയാ വന്നത്. എനിക്ക് ഗോവിന്ദച്ചാമിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പൊക്കിയിട്ട് വരുമ്പോൾ പോലീസുകാർ തല്ലണ്ട എന്നാൽ പിന്നെ കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മ, ഇല്ലെങ്കിൽ അവനൊരു പൂമാല ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്ത് കൊടുക്കായിരുന്നില്ലേ? എന്നിട്ട് കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകായിരുന്നില്ലേ? അടുത്തത് കുറേ ചിക്കനും മട്ടനും ബിരിയാണിയൊക്കെ മേടിച്ച് കൊടുക്കായിരുന്നില്ലേ? അതാണല്ലോ ചെയ്യേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ ഒരു കൈ വെച്ചിട്ട് ഈ കണ്ണൂർ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര മിടുക്കനല്ലേ. അപ്പോൾ അവന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പൂമാല ഇട്ട് കൊടുത്തിട്ട് പുഷ്പാർച്ചന കഴിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുറച്ച് ബിരിയാണിയും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും. ആഭ്യന്തര വകുപ്പ് അതാണ് ചെയ്യേണ്ടത്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളമാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്നത് മുഴുവൻ അനീതികളാണ് നടക്കുന്നത്. ഒരു പെണ്ണിന് സമാധാനത്തിൽ ജീവിക്കാൻ വഴിയില്ല. കൊലപാതകികൾ നിറഞ്ഞു. അച്ഛനും അമ്മമാരനെ ഉപദ്രവിക്കൽ കൂടിപ്പോയി. അതുപോലെ പല പല കാര്യങ്ങളും ഈ കേരളത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. ഇതൊക്കെ നിയമത്തിന് പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കോ? ഇതെന്നാൾ വീഡിയോയിൽ കാണുന്ന ഒരച്ഛനെ മകനും മരുമകളും കൂടി വൈക്കോല് തല്ലും പോലെയാണ് തല്ലുന്നത്. എനിക്ക് അപ്പം തുടങ്ങിയതാണ് ഇതിനൊക്കെ ഒന്ന് പ്രതികരിക്കണം എന്നുള്ളത്. ഭയങ്കര വേദനയുണ്ട് ഈ കേരളത്തിൻ്റെ ഭരണം കണ്ടിട്ട്. അച്ഛനും അമ്മമാർക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത കാലഘട്ടമായിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ്, നിയമവ്യവസ്ഥകൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. തക്കതായ ശിക്ഷകൾ ഗൾഫ് രാജ്യങ്ങളിൽ കൊടുക്കും പോലെ തന്നെ തക്കതായ ശിക്ഷകൾ ഇവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവരൊന്നും പേടിച്ചിട്ട് പിന്നെ അച്ഛനും അമ്മമാരുടെ മക്കൾ തല്ലില്ല. അപ്പനും അമ്മയും എത്ര തന്നെ തെറ്റിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് അവരിനെ പാദച്ചാലിൽ കൊണ്ടുപോയിട്ട് വിടുക, റെയിൽവേ സ്റ്റേഷനിൽ വിടുക, വൃദ്ധസദനങ്ങളിൽ വിടുക. അപ്പോൾ അവർക്ക് നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ എന്തിനാ ഈ കോർട്ട്, എന്തിനാ വക്കീൽ, എന്തിനാ ജഡ്ജി, എന്തിനാ ആഭ്യന്തരമന്ത്രി? അതിൻ്റെ ആവശ്യം എന്താണ്? ആദ്യം ഇന്ത്യൻ്റെ നിയമവ്യവസ്ഥ ആദ്യം പൊളിച്ചെഴുതണം. എന്നിട്ട് ഈ വക കൊലപാതകികൾക്കും ഇതുപോലെ അച്ഛനും അമ്മനെ ഉപദ്രവിക്കുന്ന മക്കൾക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഇതിൽ ആർക്കും വേദന തോന്നിയിട്ട് എനിക്ക് ആരും ഇങ്ങോട്ട് കമൻറ്റ് വേണ്ടാത്തത് എഴുതണ്ട. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തീട്ടം തിന്നുന്ന തലയ്ക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. നല്ല വേദനയുണ്ട് എനിക്ക്. ഇന്നലെ അത്രമാത്രമായ അമ്മനായ അച്ഛനെ ഒന്നും മിണ്ടുന്നില്ല. ഈ അച്ഛൻ വക്കോലിനെ തല്ലും പോലെയാണ് തല്ലുന്നത്. എന്തേ? നിയമമൊക്കെ എവിടെ പോയി? കണ്ണ് കെട്ടിയിരിക്കുകയാണോ? കോർട്ടുകളിലൊക്കെ ഇങ്ങനെ പ്രതിമനെ കെട്ടി വെച്ചിട്ടില്ലേ, കണ്ണ് കെട്ടിയിട്ട് എന്ന പോലെ നിയമം കണ്ണ് കെട്ടിയിരിക്കുകയാണോ?
തക്കതായ ശിക്ഷ ഈ ഇന്ത്യയിൽ വരുന്നത് വരയ്ക്ക് ഈ ഇന്ത്യയിൽ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. അപ്പോൾ എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ അച്ഛനമ്മമാരിനെ, വയസ്സായവരിനെ എല്ലാവരെയും ഇതുപോലെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ. എന്തെല്ലാമാണ് നടക്കുന്നത്? പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. നാറിയിട്ട് കേരളം നാറി കുട്ടിച്ചോരായിട്ട് നടക്കാൻ നിവൃത്തിയില്ല. അത് വീട്ടിൽ കുപ്പയിട്ട നാറ്റം കൊണ്ടല്ല കേട്ടോ. വീട്ടിലെ കുപ്പയൊക്കെ നുണയും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് പാതകരത്ത് കൊണ്ട് ഇടുകയല്ലേ, പ്ലാസ്റ്റിക്കിനെയും മറ്റേ എച്ചിലിനെയൊക്കെ. പണ്ടൊന്നും ഇതൊന്നും ആയിരുന്നില്ല. വീട് വൃത്തിയാക്കാൻ 50 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് വാങ്ങിയിട്ട് പോകും. എന്നിട്ട് അതിനെ പാതയോരത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അവരവരിൻ്റെ പാട്ടിന് പോകും. നാറുന്നത് കേരളത്തിൻ്റെ ഭരണം കൊണ്ടാണ്. കാരണം നിയമത്തിൻ്റെ വിലയില്ലായ്മയാണ്. ഇനി വരുന്ന വക്കീൽ ഭാഗത്തിന് പഠിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ, കുട്ടികൾ, ജഡ്ജിക്കിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നല്ല പിന്നെ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഭരണത്തിന് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഞാൻ തൊഴുതിട്ട് നിങ്ങളോട് പറയണം, നിയമത്തിനോട്, നിയമവ്യവസ്ഥയോട് ഇതുപോലെ ആൾക്കാരെ വേദനിപ്പിക്കരുത്. ഓക്കെ, ബൈ.